ഹായ് വെൽക്കം ബാക്ക് അഗെയിൻ. നെഞ്ചാക്കിന്റെ 2 വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ, അതുപോലെ തന്നെ റിസ്റ്റ് റോളിന്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ റിസ്റ്റ് റോളിന്റെ മറ്റൊരു വേരിയേഷനായ ബാക്ക് ടു ബാക്ക് റിസ്റ്റ് റോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് റിസ്റ്റ് റോൾ എന്ന് പറയുന്ന ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളതിന് വേണ്ടത് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ട് ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫ്ലോ നിങ്ങൾ സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി അതല്ലാത്ത ആളുകൾക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് റിസ്റ്റ് റോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൈ ഈ രീതിയിൽ ക്യാച്ച് ചെയ്തുകൊണ്ട് കൈ കമിഴ്ത്തിയാണ് പിടിച്ചിരുന്നത്. എന്നാൽ ഇതിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റിക്ക് വരേണ്ടത്. ചെയിൻ സ്റ്റിക്ക് ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. ക്യാച്ച് വരുന്നത് കൈ മലർത്തി വെച്ചുകൊണ്ട് 2 വിരലിന്റെ ഗ്യാപ്പ് വുഡൻ നെഞ്ചൊക്കെ ആകുമ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടാവുക, ആ ക്ലിപ്പ് ഒഴിച്ചിട്ട് ക്യാച്ച് ചെയ്താൽ മതി. അല്ലാതെ ഫോമിന്റെ വെയിറ്റ്ലെസ് നെഞ്ചൊക്കെ വാങ്ങുമ്പോൾ റബ്ബറിന്റെ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ക്ലിപ്പ് ഉണ്ടാവുകയില്ല. അപ്പോൾ 2 വിരലിന്റെ ഗ്യാപ്പ് വെച്ചുകൊണ്ട് ഈ രീതിയിൽ ക്യാച്ച് ചെയ്യുക. കൈ ഓവർ നിവർത്തി വെക്കരുത്, കൂടുതൽ ശരീരത്തിലേക്ക് ചേർത്തും വെക്കരുത്. ലൈറ്റ് ആയിട്ട് ബെൻഡ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ക്യാച്ച് ചെയ്യുക. മസിൽ പിടിച്ച് ചെയ്യരുത്. എന്നിട്ട് നിങ്ങൾ വേണ്ടത് 4 സ്റ്റെപ്പാണ് ഈ ഒരു റിസ്റ്റ് റോൾ പഠിക്കാനുള്ളത്. 1 2 3 4 ഈ ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ ഈ 4 സ്റ്റെപ്പ് ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് ഈ ക്യാച്ച് ഓക്കെ ആണ്. ഫസ്റ്റ് നമ്പർ എന്നുള്ളത് ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ആട്ടിയെടുത്തിട്ട് വേണം ചെയ്യാൻ. അത് തുടക്കക്കാർക്ക്, അല്ലാത്ത ആളുകൾക്ക് നേരെ എടുത്താൽ കഴിയും. പക്ഷെ ആ ഫ്ലോ റെഡിയാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ ഈ രീതിയിൽ ആട്ടിയെടുക്കുക. അതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയിന് ബെൻഡാകാതെ ശ്രദ്ധിക്കണം. 1 ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിക്കുക. നേരെ ഇങ്ങോട്ട് എടുത്തു. 1 നേരെ ചെയിൻ ഇങ്ങനെ വരരുത്, ലൈറ്റ് ആയിട്ട് ചെരിഞ്ഞ് വരണം കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത്. ശ്രദ്ധിക്കുക. ഇതിൽ വെച്ചു. 1 ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് മേലെ ഹോൾഡ് ചെയ്ത് വെച്ച സ്റ്റിക്ക് റിലീസ് ചെയ്യുക. ക്യാച്ച് ചെയ്ത് വെച്ച സ്റ്റിക്ക് റിലീസ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് കൈ തിരിച്ച് വെച്ചാൽ മറ്റേ സ്റ്റിക്ക് കയ്യിലേക്ക് കൊണ്ട് വരും. ആ ഒരു സ്റ്റിക്ക് ക്യാച്ച് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് നേരെ ഇങ്ങോട്ട് എടുക്കുക. ഇത് ഒന്ന് സ്പീഡപ്പ് ആക്കി ചെയ്യണം. 1 2 3 4 അപ്പോൾ ഒരു സ്പിന്നിങ് അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഈ 4ഉം ഒരുമിച്ച് ചെയ്യാൻ പ്രയാസമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ഈ 4 നമ്പറും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം 1 ഇത് മാത്രം ഒരു 10-20 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ദെൻ അഗെയിൻ 1 then 2 ഇത് മാത്രം ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒരു 10-20 പ്രാവശ്യം. റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും 1 2 3 എന്നിട്ട് അത് കളിച്ച് കൊണ്ടുവന്നിട്ട് 1 2 3 ഇങ്ങനെ അങ്ങോട്ട് വരണം. ആ ഒരു ഫ്ലോയിൽ എത്തണം. അപ്പോൾ ഫോർത്ത് നമ്പർ ഓട്ടോമാറ്റിക്കലി അപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ആ സമയത്ത് ഈ ഒരു ഫ്ലോയിൽ നമ്മൾ എത്തും. 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അപ്പ് ചെയ്ത് കൊണ്ട് എടുക്കുക. അതാണ് 4ാമത്തെ നമ്പർ. 1 2 3 4 അതും നേരത്തെ പറഞ്ഞതുപോലെ 10-20 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവസാനം ഈ ഒരു രീതിയിലെത്തും. പിന്നെ അത് മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പൊന്തി വരുന്നുണ്ട് സ്റ്റിക്ക്, അവിടെ കീബോർഡ് തന്നെ വന്നു. അഗെയിൻ അടുത്ത നമ്പർ ചെയ്തു. അങ്ങനെ പോവുകയാണ്. ആ ഒരു സമയത്ത് 4ാമത്തെ നമ്പർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റിക്ക് കൊണ്ട് അപ്പ് ചെയ്ത് വരുന്നുണ്ട്. അടുത്ത റൊട്ടേഷനിൽ ഫസ്റ്റ് നമ്പറിലെത്തി. 2 3 4 2 3 4 1 കണ്ടോ? അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും. ആ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവസാനം നിങ്ങൾ ചെയ്യേണ്ടത് 1 2 3 ഇതിൽ വെച്ചിട്ട് ഇനി പ്രാക്ടീസ് ചെയ്യണം. അടുത്ത 2 സ്പിന്നിങ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ക്ലിയർ ആകാൻ വേണ്ടി തേർഡ് നമ്പറിൽ നിന്ന് 4 then 1 2 3 ഓക്കെ 4 then 1 2 3 അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതും പ്രാക്ടീസായി സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് മിസ്സിംഗ് ഒക്കെ വരും. പിന്നീട് അത് റെഡിയാകും. പിന്നെ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ വന്നിട്ട് ഈ ഒരു രീതിയിൽ ഫസ്റ്റൊക്കെ ഇങ്ങനെയൊക്കെ വരിക, ചെറിയ ബെൻഡൊക്കെ ഉണ്ടാവും. പിന്നെ അത് നിവർത്തി കൊണ്ടുവന്ന് ക്ലിയർ ആക്കി വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ കഴിയും.